കനശ്യാം PS വീഡിയോ ഓൺ ആക്കുക. സാറേ നേരത്തെ ഓൺ ആയിരുന്നല്ലോ ഫസ്റ്റ് തൊട്ട്. എന്താണ് റേഞ്ച് പോയതായിരിക്കും സാറേ. റേഞ്ച് പോയതായിരിക്കും ഗണശ്യാമിന്റെ. ആ കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞു. ആ ക്വസ്റ്റ്യനിൽ പറയണത് എന്തുന്നാ? ദ ഫിഗർ ഷോസ് എ റെഗുലർ പെന്റഗൺ. ഒരു റെഗുലർ പെന്റഗണും, പെന്റഗൺ എന്ന് വെച്ചാൽ എന്തുന്നാ, എത്ര സൈഡുള്ള പോളിഗണിനെയാണ് പെന്റഗൺ എന്ന് പറയുന്നത്? 5 സൈഡുള്ള പോളിഗൺ. 5 സൈഡുള്ള പോളിഗണിനെ പെന്റഗണും 6 സൈഡുള്ള പോളിഗണിനെ ഹെക്സഗൺ എന്നും പറയും. ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഞാൻ ഒന്നും കൂടി എടുത്ത് പറയാണ്. വേറൊരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് എന്താ? 5 സൈഡുള്ള പോളിഗണിന്റെ, അതായത് പെന്റഗണിന്റെ ഒരാംഗിൾ എത്രയാ? 108 ഡിഗ്രി. 6 സൈഡുള്ള ഹെക്സഗണിന്റെ ഒരാംഗിൾ എത്രയാ? 120 ഡിഗ്രി. ഇതൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മ തുടക്കം പഠിച്ച കാര്യങ്ങളാണ്, ഓർമ്മയുണ്ട്. അപ്പൊ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു റെഗുലർ ഹെക്സഗണും റെഗുലർ പെന്റഗണും കൂടി ഒരു ഫിഗർ ഉണ്ടാക്കി. ആ ഫിഗറില് ദേ നോക്കിയേ, ആംഗിൾ PQR, ആംഗിൾ PQR കാണാനാണ് ക്വസ്റ്റ്യൻ. അതെങ്ങനെ കാണും? ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞ എല്ലാവരും? സ്റ്റെപ്പ് എഴുതാ. ഒരാംഗിള്, ഹെക്സഗണിന്റെ ഒരാംഗിൾ എന്ന് പറയുന്നത് എത്രയാ? ഈച്ച് ആംഗിൾ ഓഫ് ഹെക്സഗൺ എത്രയാണ്? ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞ കാര്യം. ഈച്ച് ആംഗിൾ ഓഫ് ഹെക്സഗൺ എടാ നോക്കടാ, 6 സൈഡുള്ള ഒരു പോളിഗണിനെയാണ് 120. 6 സൈഡുള്ള പോളിഗണിനെ ഹെക്സഗൺ എന്ന് പറയും. ഇവിടെ റെഗുലർ ഹെക്സഗൺ ആണ്, അതുകൊണ്ട് ഒരു ആംഗിള് 120 ഡിഗ്രി വരുന്നു. ഇനി പെന്റഗൺ, ഈച്ച് ആംഗിൾ ഓഫ് പെന്റഗൺ എത്രയാണ്? 108 ഡിഗ്രി. എഴുതിയോ? ഇനി ഒരു ഡോട്ടിന്റെ മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് ഒരു ലൈനിന്റെ 180 ഡിഗ്രിയാണ് അല്ലെ? അപ്പൊ ഒരു ഡോട്ടിന് ചുറ്റുമുള്ള ഒരു സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് എത്രയാണ്? 360. Q എന്ന് പറയുന്ന ഈ പോയിന്റ് എടുക്കാണ്. ഇവിടെ 108 ഡിഗ്രി, ഇവിടെ 120 ഡിഗ്രി. നമുക്ക് കാണേണ്ടത് PQR, അതായത് നോക്കിയേ ഈ ആംഗിൾ എങ്ങനെ കാണാൻ പറ്റും? ആലോചിച്ചു നോക്ക്. ആ ആംഗിള് എങ്ങനെ കാണാൻ പറ്റും? ആർക്കെങ്കിലും കിട്ടിയോ? ടീച്ചർ 120 പ്ലസ് 108 360 കുറയ്ക്കുക. കാരണം നോക്കിയേ, ഇത് മൊത്തം 360 ആണ്. ഇവിടെ 120ഉം ഇവിടെ 108ഉം. ബാക്കി നമുക്ക് ഈ ഒരു ഭാഗത്തെ ആണ് കിട്ടാനുള്ളത്, അതായത് PQR എന്ന് പറയുന്ന ആംഗിൾ. Therefore, ആംഗിൾ PQR ഈക്വൽ ടു എന്താണ്? 360ൽ നിന്ന് കുറയ്ക്കണം. എന്ത് കുറയ്ക്കണം? 120 പ്ലസ് 108. മനസ്സിലായോ? അപ്പോ 120 പ്ലസ് 108 എത്രയാണ്? 228. എത്ര കിട്ടും? 360 നിന്ന് കുറച്ച് കഴിഞ്ഞാല് ഒപ്പം ചെയ്തു പോണില്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. 360ൽ നിന്ന് 228 കുറച്ചു, നമുക്ക് 132 കിട്ടി. അതായത് ആംഗിൾ PQR എന്ന് പറയുന്നത് എത്രയാ? എത്രയാ? 132. കിട്ടിയോ നിങ്ങക്ക്? അതത്രേ ഉള്ളൂ.
സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അത് കഴിഞ്ഞവര് അടുത്ത ക്വസ്റ്റ്യൻ എഴുതാ. 7ാമത്തെ ക്വസ്റ്റ്യൻ അതും ഇതുപോലെ തന്നെ ചെയ്യാനുള്ളതാണ്. കഴിഞ്ഞവര് അടുത്ത ക്വസ്റ്റ്യൻ എഴുതാ. ക്വസ്റ്റ്യൻ നമ്പർ 7. The figure shows a square, a regular pentagon, and a regular hexagon put together. How much is angle BAC? ഒരു സ്ക്വയർ ഉണ്ട്. സ്ക്വയർ എന്ന് പറയുമ്പോ എല്ലാ സൈഡ് ഈക്വൽ ആയിട്ടുള്ള ഒരു ഫിഗർ ആണ് സ്ക്വയർ. ഇനിയുള്ളത് എന്നാ ഒരു ഹെക്സഗൺ. ഹെക്സഗണിന് എത്ര സൈഡ് ഉണ്ട്? 6 സൈഡ് ഉണ്ട്. ഹെക്സഗൺ ഇപ്പുറത്താണ് അല്ലേ. ഹെക്സഗൺ റെഗുലർ ഹെക്സഗൺ എന്നാ പറയുന്നത്. അപ്പൊ 6 സൈഡും ഈക്വൽ ആണ്, 6 ആംഗിൾസും ഈക്വൽ ആണ്. ഇനി ഒരു പെന്റഗൺ ഉണ്ട്, അതായത് 5 സൈഡ് ഉള്ള ഒരു പോളിഗൺ. റെഗുലർ ഞാൻ വരയ്ക്കണത് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ വൃത്തിക്ക് വരയ്ക്കണം കേട്ടോ. ബോർഡിലായതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ അടിപൊളിയായിട്ട് വരച്ചാനെ. ഇനി എന്തെന്നാ ഉള്ളേ? പെന്റഗൺ റെഗുലർ ആണ്. എന്റെ പടം കണ്ടിട്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട. റെഗുലർ ആണ്, എല്ലാ സൈഡും ഈക്വൽ ആണ്, എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. അപ്പൊ ഒരു അയ്യടാ, നിങ്ങൾ എവിടെ നോക്കിയിരിക്കുന്നേ? ക്വസ്റ്റ്യൻ വന്ന് തെറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞൂടെ ഫിഗറിൽ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ? ഞാൻ വരച്ച പോലെയാണോ ടെക്സ്റ്റിലെ ഫിഗർ? പിന്നെന്താ മിണ്ടാണ്ടിരിക്കുന്നത്? പെന്റഗൺ, ഹെക്സഗൺ, സ്ക്വയർ, ഇത് മൂന്നും കൂടിയും ചേർത്തിട്ട് ഒരു ഫിഗർ ഉണ്ട്. ആ ഫിഗറില് ആംഗിൾ BAC കാണണം. ആംഗിൾ BAC, അതായത് ഈ ആംഗിൾ കാണണം. നമ്മുടെ കയ്യിൽ എന്തൊക്കെയാ ഉള്ളത്? സ്ക്വയർ, ഹെക്സഗൺ, പെന്റഗൺ. ഹെക്സഗണിന്റെ ഒരു റെഗുലർ ഹെക്സഗണിന്റെ ഒരു ആംഗിൾ എത്രയാ വരാ? ഇപ്പൊ തന്നെ ചെയ്ത ക്വസ്റ്റ്യനിലെ ചെയ്ത ഒരു ആംഗിള്, ഒരു റെഗുലർ ഹെക്സഗണിന്റെ ഒരു ആംഗിള് 360. റെഗുലർ ഹെക്സഗണിന്റെ ഒരു ആംഗിള് എത്രയാ? 120. റെഗുലർ പെന്റഗണിന്റെ ഒരു ആംഗിൾ എത്രയാ വരാ? 108. സ്ക്വയറിന്റെ ഒരു ആംഗിൾ എത്രയാ വരാന്നറിയോ? സ്ക്വയറിന്റെ ഒരാംഗിൾ ഇത് എത്രയാ? 90. എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആയിരിക്കും ഒരു സ്ക്വയറിന്. ഒരു റെക്ടാംഗിളിനും എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇവിടെ 90 ഡിഗ്രി കണ്ടോ? ഇനി നമുക്ക് നോക്കിയേ, ഈ ഒരു പോർഷൻ, ഈ ആംഗിൾ ആണ് കാണാനുള്ളത്. എന്ത് ചെയ്യണം? ഇപ്പൊ ചെയ്ത അതേ മെത്തേഡ് തന്നെ 360 നിന്ന് 120 കൂട്ടി 90 കൂട്ടി 108 കൂട്ടിയിട്ട് കിട്ടുന്ന ആൻസർ കുറയ്ക്കണം. നമ്മള് എഴുതാ ഈച്ച് ആംഗിൾ ഓഫ് ഹെക്സഗൺ, ഈച്ച് ആംഗിൾ ഓഫ് ഹെക്സഗൺ ഡിഗ്രി. ഓ സ്റ്റെപ്പോ എന്താ നീ പറഞ്ഞ? ആരാ പറഞ്ഞേ? ഇപ്പൊ ശരി. ആ, ഈച്ച് ആംഗിൾ ഓഫ് ഹെക്സഗൺ 120, ഈച്ച് ആംഗിൾ ഓഫ് പെന്റഗൺ 108 ഡിഗ്രി, ഈച്ച് ആംഗിൾ ഓഫ് സ്ക്വയർ 90 ഡിഗ്രി. മനസ്സിലായോ? ഇനി നമുക്ക് ആംഗിൾ BAC കാണണം. therefore ആംഗിൾ BAC ഈക്വൽ ടു എത്രയാ വരാ? പറയ് 360 നിന്ന് എന്ത് കുറയ്ക്കണം? 90 പ്ലസ് 120. ആൻസർ എത്രയാ വരാ? 360 നിന്ന് 108 പ്ലസ് 90 പ്ലസ് 120 എത്രയാ വരാ?
പറയ്. ഞാന് ടീച്ചറെ 298. എത്ര? 298. 298. ആ, ശരി. ആ, ആ, 300 ടീച്ചറെ, 390. ആ. 318. അത് തന്നെ 318. ആൻസർ പറയ്. നിങ്ങൾ പറയുന്നതേ ഞാൻ എഴുതുള്ളൂ. 42 ഡിഗ്രി. മനസ്സിലായോ ചെയ്തത്? അപ്പൊ നമുക്ക് ആംഗിൾ BAC കിട്ടി 42 ഡിഗ്രി. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ, സിമ്പിൾ അല്ലേ? വേഗം കഴിയും. വേഗം എഴുതും. വേഗം എഴുതി തീർക്കട്ടോ, സമയമില്ല. നമുക്ക് ഇന്ന് ഈ ചാപ്റ്റർ തീർക്കണം. ആ, അതിലെന്താ പറയുന്നേ? ABCDEF is a regular hexagon. ഒരു റെഗുലർ ഹെക്സഗൺ ഉണ്ട്. ഹെക്സഗൺ എന്ന് പറയുന്നത് എത്രയാ? 6 സൈഡുള്ള പോളിഗൺ ആണ് ഹെക്സഗൺ. റെഗുലർ ഹെക്സഗൺ ആണ്. എല്ലാ സൈഡും എല്ലാ ആംഗിളും എന്താണ്? ഈക്വൽ ആണ്. റെഗുലർ ആണ് കേട്ടോ. ഇത് നിങ്ങൾ നോക്കിയിട്ട് തെറ്റിദ്ധരിക്കല്ലേ. എന്റെ റെഗുലർ എങ്ങനെയാണ്? ഓക്കെ, റെഗുലർ ഹെക്സഗൺ ആണ്. അതില് പ്രൂവ് ദാറ്റ് ആംഗിൾ BDF, ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഏതാണ്? BDF എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ. ആ ട്രയാങ്കിള് എങ്ങനെ ഉണ്ടായതാണെന്നാണ് പ്രൂവ് ചെയ്യണ്ടേ? ഈ ഹെക്സഗന്റെ വെർട്ടിസസ് ജോയിൻ ചെയ്തിട്ടാണ് ഈ ട്രയാങ്കിൾ കിട്ടിയിട്ടുള്ളത്. അത് ഈക്വലാറ്ററൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. കണ്ടോ? ഇത് ഹെക്സഗന്റെ വെർട്ടിസസ് എന്ന് വെച്ചാൽ നമുക്കറിയാം, വെർട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂല, വെർട്ടിസസ് എന്ന് പറയുമ്പോൾ മൂലകൾ, പ്ലൂരൽ ആണ്. വെർട്ടിസസ് എന്ന് പറയുമ്പോൾ ഈ കാണുന്ന മൂലകള് ജോയിൻ ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ കിട്ടി. അതിന്റെ പേരാണ് BDF എന്ന് പറയുന്നത്. ആ ട്രയാങ്കിള് ഈക്വലാറ്ററൽ ആണെന്ന്. ഈക്വലാറ്ററലിന്റെ പ്രത്യേകത എന്തുട്ടാ? ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത എല്ലാ സൈഡും ഈക്വൽ ആണ്. എല്ലാ ആംഗിൾസും 60 ഡിഗ്രി ആയിരിക്കും. ഈക്വലാറ്ററൽ ട്രയാങ്കിളില് എല്ലാ സൈഡും ഈക്വൽ ആണ്, എല്ലാ ആംഗിൾസും 60 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയുള്ള ട്രയാങ്കിളിന് ഈക്വലാറ്ററൽ ആണെന്ന് പറയും. അപ്പൊ നമുക്ക് ഈക്വലാറ്ററൽ എന്താണെന്ന് അറിയാം. ഇനി ആ ട്രയാങ്കിൾ ഈക്വലാറ്ററൽ ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അത് ഈക്വലാറ്ററൽ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോ ഈച്ച് ആംഗിൾ ഓഫ് എ റെഗുലർ ഹെക്സഗൺ, ഒരു റെഗുലർ ഹെക്സഗന്റെ എല്ലാ ഒരാംഗിള് എത്രയാണ്? ഞാൻ പറയും, ഇതൊക്കെ ഇപ്പൊ തന്നെ എഴുതി പോയതാ. ഈച്ച് ആംഗിൾ ഓഫ് റെഗുലർ ഹെക്സഗൺ 120 120 ഡിഗ്രി. ഇനി ഇതൊരു റെഗുലർ ഹെക്സഗൺ ആയതുകൊണ്ട് എല്ലാ സൈഡ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ സൈഡും ഈക്വൽ ആണ്. ഈ സൈഡ് എല്ലാനും ഈക്വൽ ആണ്. എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. ഒരാംഗിൾ ഞാൻ ഈ BD റെഗുലർ ഹെക്സഗണിന്റെ പേരുണ്ടല്ലോ അല്ലെ, സോറി, ABCDEF എന്ന് പറയുന്ന റെഗുലർ ഹെക്സഗൺ. ഞാൻ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്ന നോക്കിയേ. BCD എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ, BCD എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. അതില് ഈ ആംഗിള് 120 ആണ്. ഈ രണ്ട് സൈഡും എന്താണ്? ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും പറഞ്ഞേ. ഓക്കെ, ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്. രണ്ട് സൈഡ് ഈക്വൽ ആകുമ്പോ ആ ഒരു ട്രയാങ്കിളിന് വേറൊരു പേര് പറയും. എന്താണെന്ന് അറിയോ? ഒരു ഐസോസ്ലസ്. ഒരു ട്രയാങ്കിളില് രണ്ട് സൈഡ് ഈക്വൽ ആണ്. അത് ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്. ആ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസും എന്തായിരിക്കും?
ഈക്വൽ ആയിരിക്കും. ഇത് 120 ഈ സി എന്ന് പറയുന്ന ആംഗിൾ 120. ഇത്രയും ക്ലൂസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ബാക്കിയുള്ള 2 ആംഗിൾ കണ്ടുപിടിക്കാൻ സിമ്പിൾ അല്ലേ? എന്താ ചെയ്യണ്ടേ? കൺസിഡർ ട്രയാംഗിൾ BCD, angle C equal to 120 degree, angle DBC plus angle BBC equal to ഒരു ട്രയാംഗിളിന്റെ ആംഗിൾസിന്റെ സമ്മ് 180. അതിൽ നിന്ന് ഞാൻ 120 കുറച്ചു. എത്ര കിട്ടും? 60 കിട്ടും. അപ്പൊ രണ്ടു കൂടിയും കൂട്ടിയപ്പോഴാണ് 60. അതായത് DBCയും BDCയും കൂട്ടിയിട്ടാണ് 60. ഒരെണ്ണം അപ്പൊ എത്രയാണ്? ആംഗിൾ DBC എത്രയാ? 60 ഡിവൈഡഡ് ബൈ 2 30 ഡിഗ്രി. അതേപോലെ ആംഗിൾ BDC എത്രയാ? 30 ഡിഗ്രി. 60 ഡിവൈഡഡ് ബൈ 2 തന്നെ ചെയ്ത് 30 ഡിഗ്രി. ഇതും 30 കിട്ടി. ഇതുപോലെ ഈ ട്രയാംഗിൾ കൺസിഡർ ചെയ്ത പോലെ നമ്മൾ ഈ 2 ട്രയാംഗിൾ കൂടി കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സെയിം വാല്യൂസ് തന്നെ ഇവിടെ കിട്ടും. എന്തുകൊണ്ടാ സെയിം വാല്യൂസ് കിട്ടും എന്ന് ഞാൻ പറഞ്ഞേ? റെഗുലർ ഹെക്സഗൺ ആയതുകൊണ്ട്. അപ്പോ റെഗുലർ ഹെക്സഗന്റെ സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഈ സൈഡ്സ് ഒക്കെ തന്നെയായിരിക്കും ഇപ്പുറത്ത്. അതേപോലെ ഈ ആംഗിളും 120, ഈ ആംഗിളും ഒക്കെ 120 ആയതുകൊണ്ട് ഇതുപോലത്തെ വാല്യൂസ് തന്നെ നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ എഴുതണ്ടേ? ഇറ്റ് ഈസ് ആൻ ഐസോസ്ലസ് ട്രയാംഗിൾ. സിമിലർലി ഇതുപോലെ നമ്മള് ട്രയാംഗിൾ ABFും ആൻഡ് ട്രയാംഗിൾ FEDയും എന്തായിരിക്കും? ഐസോസ്ലസ് ആയിരിക്കും. are isosceles triangles. ഓക്കെ, ഇതുപോലെ തന്നെ ബാക്കി 2 ട്രയാംഗിളും ഐസോസ്ലസ് ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? ഇതുവരെ മനസ്സിലായോ? ഡൗട്ട് ഇല്ലാലോ? ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഇവിടെ 30 കിട്ടി, ഇവിടെയും 30 കിട്ടും, ഇവിടെയും 30 കിട്ടും. ഓക്കെ, 120. ഇനി ഈ ബി എന്ന് പറയുന്ന ഈ ആംഗിൾ ഞാൻ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഹെക്സഗന്റെ ബി എന്ന് പറയുന്ന ആംഗിൾ ഞാൻ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന ആംഗിൾ കണ്ടുപിടിക്കണം. ഹെക്സഗന്റെ ഒരു ആംഗിൾ എത്രയാ? 120 ആണ്. 120ൽ നിന്ന് ഈ 30 പ്ലസ് 30 കുറച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ആംഗിൾ നമുക്ക് കിട്ടോ? മനസ്സിലായോ നിങ്ങൾക്ക്? റെഗുലർ ഹെക്സഗന്റെ ഒരു ആംഗിൾ ഞാൻ കൺസിഡർ ചെയ്യാണ്, അത് ബി. ഓക്കെ, ബി ഞാൻ കൺസിഡർ ചെയ്തു. ഈ കാണുന്ന ഈ ഷെയ്ഡ് ചെയ്ത പോർഷനില് ആംഗിൾ നമുക്ക് കിട്ടണം. അതായത് ഈ ട്രയാംഗിളിലെ ഒരാംഗിൾ FBD എന്ന് പറയുന്ന ട്രയാംഗിളിന്റെ, ഈ കാണുന്ന ട്രയാംഗിളിന്റെ ഒരാംഗിൾ നമുക്ക് കിട്ടണം. അപ്പോ ഈ ഹെക്സഗന്റെ ഒരാംഗിൾ 120 അല്ലേ? അപ്പൊ 120ൽ നിന്ന് ഞാൻ 30 പ്ലസ് 30 കുറച്ചു. അപ്പൊ ബാക്കി കിട്ടോ? ഈ കാണുന്ന ആംഗിൾ ബി കിട്ടില്ലേ? മനസ്സിലായോ? ഞാൻ എഴുതാണ്, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. കൺസിഡർ ദ ആംഗിൾ ബി equal to 120 degree. Therefore ട്രയാംഗിളില് FBD എന്ന് പറയുന്ന ട്രയാംഗിളിന്റെ
ഒന്നുകൂടി ശ്രദ്ധിക്കുക. FBD എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഒരാംഗിൾ ആയിട്ടുള്ള ആംഗിൾ FBD കിട്ടാൻ ഞാൻ ഈ കാണുന്ന 120ൽ നിന്ന് ഈ 30ഉം കൂടി കൂട്ടിയിട്ട് കുറയ്ക്കുകയാണ്. ഓക്കെ, സമ്മതിച്ചോ? എത്രയാ? 60 വരും. അപ്പൊ നമുക്ക് ഈ ട്രയാങ്കിളിലെ ഒരാംഗിൾ 60 കിട്ടിയോ? കൂട്ടിട്ട് കുറയ്ക്കണം എന്ന് പറഞ്ഞില്ല. ആ അതേടാ, 30ഉം കൂട്ടി 60 കിട്ടി. 120ൽ നിന്ന് ഞാൻ 60 കുറച്ചു. ഓക്കെ, ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ എത്രയാ? 60. ഇവിടെ നമുക്ക് കിട്ടിയത് എത്രയാ? 60. അപ്പൊ ഈ കാണുന്ന ട്രയാങ്കിൾ ഈക്വലാറ്ററൽ ആണോ? ഇതേപോലെ തന്നെ ഈ എല്ലാ സൈഡിലും 60 കിട്ടൂലേ? അപ്പൊ അതൊരു ഈക്വലാറ്ററൽ ആണെന്ന് പ്രൂവ് ആവൂലേ? ഈ സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ നമ്മൾ ഇത് വീണ്ടും എടുത്ത് എഴുതുന്നതിന് പകരം എന്ത് ചെയ്യണം? സിമിലർലി എന്ന് എഴുതാം. ഓക്കെ, similarly angle F equal to 60 degree. ആംഗിൾ F എന്ന് എഴുതണ്ട, ട്രയാങ്കിളിന്റെ ആംഗിൾ അല്ലേ, നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. ആംഗിൾ BFD. ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാവുന്നില്ലേ ഞാൻ പറയുന്നേ? ആംഗിൾ BFD 60 ഡിഗ്രി കിട്ടും. ആംഗിൾ BDF-ഉം എന്ത് കിട്ടും? 60 ഡിഗ്രി കിട്ടും. അപ്പൊ therefore ഇതുകൊണ്ടൊക്കെ തന്നെ, ഈ കാണുന്ന റീസൺസ് കൊണ്ടൊക്കെ തന്നെ ആ BDF എന്ന് പറയുന്ന ട്രയാങ്കിൾ എന്താണ്? ഈക്വലാറ്ററൽ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. Therefore triangle BDF is an equilateral. മനസ്സിലായോ? ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. വേഗം എഴുതിയെടുക്ക. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചോദിച്ചോ. അപ്പോ ABCDEF എന്ന് പേരുള്ള ഒരു ഹെക്സഗൺ ഉണ്ട്. റെഗുലർ ഹെക്സഗൺ ആണ്. ഞാൻ വീണ്ടും എടുത്ത് പറയാണ്, എന്റെ ഹെക്സഗൺ കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതിൻ്റെ ഉള്ളില് ABCDEF എന്ന് പറയുന്ന ഒരു റെഗുലർ ഹെക്സഗൺ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു റെക്ടാങ്കിൾ ഉണ്ട്. റെക്ടാങ്കിൾ എന്തെന്ന് പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ഒരു ഫിഗർ ഉണ്ട്. ഇത് റെക്ടാങ്കിൾ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരാംഗിൾ റെഗുലർ ഹെക്സഗണിന്റെ ഒരാംഗിൾ എത്രയാണ്? ഈച്ച് ആംഗിൾ ഓഫ് എ റെഗുലർ ഹെക്സഗൺ എത്രയാ? 120. റെഗുലർ ഹെക്സഗൺ ആയതുകൊണ്ട് എല്ലാ സൈഡും എന്താ? ഈക്വൽ ആണ്. നമ്മൾ തൊട്ട് മുൻപത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ ഇത് ഐസോസിലസ് ആണെന്ന് പറയും. ഇത് ഐസോസിലസ് ആയതുകൊണ്ട് ഇതും ഐസോസിലസ് ആണെന്ന് പറയും. അപ്പോ ഈ ആംഗിളും കിട്ടും. നമുക്ക് ഒരു ആംഗിൾ എത്രയാണെന്ന് അറിയാം? 120 ആണെന്ന് അറിയാം. അപ്പൊ 120ൽ നിന്ന് ഇവിടെ കിട്ടുന്ന ആംഗിൾ കുറച്ചിട്ട് 90 ഡിഗ്രി വന്നാൽ ഇതൊരു റെക്ടാങ്കിൾ ആണെന്ന് പ്രൂവ് ആയി. മനസ്സിലായോ? സിമ്പിൾ ആണ്. നമ്മ ഇപ്പൊ ചെയ്തത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇവിടുത്തെ മെത്തേഡ്. അപ്പൊ നമുക്ക് എഴുതാം, ഈച്ച് ആംഗിൾ ഓഫ് എ റെഗുലർ ഹെക്സഗൺ each angle of a regular hexagon 120 degree. Consider triangle ABC.
ഞാൻ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ കേട്ടോ. എ ബി സി ആംഗിൾ ബി ഈക്വൽ ടു 120 ഡിഗ്രി, ആംഗിൾ ബി എ സി പ്ലസ് ആംഗിൾ എ സി ബി എത്രയാ വരാ? 180 നിന്ന് ഞാൻ 120 കുറച്ചു 60 കിട്ടി. അതിൽ ഒരെണ്ണം ആംഗിൾ ബി എ സി എത്ര വന്നു? 60 ഡിവൈഡ് ബൈ 2 30 ഡിഗ്രി കിട്ടി. അതേപോലെ തന്നെ ആംഗിൾ എ സി ബിയും 30 ഡിഗ്രി കിട്ടി. ഓക്കെ, ഇവിടെ 30 കിട്ടി, ഇവിടെ 30 കിട്ടി. ഇതുപോലെ തന്നെ റെഗുലർ ഹെക്സഗൺ ആയതുകൊണ്ട് hence it is a regular hexagon. Triangle FED is also an isosceles triangle. ഇതൊരു റെഗുലർ ഹെക്സഗൺ ആയതുകൊണ്ട് FED എന്ന് പറയുന്ന ട്രയാങ്കിൾ എന്തായിരിക്കും? ഐസോസ്ലെസ് ട്രയാങ്കിൾ ആയിരിക്കും. ഓക്കെ, hence it is a regular hexagon. തോന്നിയ ഹെക്സഗണിലൊന്നും ഇങ്ങനെ വരില്ല കേട്ടോ. വീണ്ടും വീണ്ടും എടുത്ത് പറയാണ്, റെഗുലർ ഹെക്സഗൺ ആയിരിക്കണം. ട്രയാങ്കിൾ എന്തോ ആരത്? FED is also an isosceles triangle. ഓക്കെ, ഈ കാണുന്നതും ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണ്. ഇവിടെ 120 ഡിഗ്രി, ഇവിടെ 30, ഇവിടെ 30. ഇനി ഞാൻ ഈ ബിനുമോൻ കിടന്ന് എഴുതൊന്നും വേണ്ട, എനിക്കിരിക്കും. ഈ റെഗുലർ ഹെക്സഗണിലെ ഒരാംഗിൾ, അതായത് ആംഗിൾ എ നോക്ക്, ഇവിടെ നോക്കിയേ, ഈ കാണുന്ന ആംഗിൾ കൺസിഡർ ചെയ്തു. അത് എത്രയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. കാരണം അത് റെഗുലർ ഹെക്സഗണിന്റെ ഒരാംഗിൾ ആണ്. ആംഗിൾ എ 120 ഡിഗ്രി. അപ്പൊ എനിക്ക് ഈ ആംഗിൾ കിട്ടണം. അതായത് ഈ കാണുന്ന പോളിഗണിലെ FAC എന്ന് പറയുന്ന ആംഗിൾ എനിക്ക് കിട്ടണം. FAC എന്ന് പറയുന്ന ആംഗിൾ കിട്ടാൻ ഞാൻ 120 നിന്ന് 30 കുറയ്ക്കുകയാണ്. മനസ്സിലായോ? എങ്ങനെയാ അവിടെ 120 വന്നേ? റെഗുലർ ഹെക്സഗണിന്റെ ഒരാംഗിൾ 120 ആണ്. അതായത് ഈ ആംഗിൾ മൊത്തം 120 ആണ്. അതിൽ ഇവിടെ 30 എനിക്കറിയാം. ബാക്കി ഈ കാണുന്ന ആംഗിൾ കിട്ടാൻ ഞാൻ 120 നിന്ന് ശിവപ്രസാദിന്റെ കൂടെ ആരായിരിക്കുന്നേ? അതെ, രണ്ടുപേരും ഒരുമിച്ചാണോ? രണ്ടുപേരും ഒരുമിച്ചാണ്. ഓക്കെ. 120 നിന്ന് ഞാൻ 30 കുറച്ചു. ഡൗട്ട് ഉണ്ടോ ഇവിടെ? ഇല്ലല്ലോ. കൺസിഡർ ആംഗിൾ എ ഓഫ് റെഗുലർ ഹെക്സഗൺ. റെഗുലർ ഹെക്സഗൺ ആണ്, അതുകൊണ്ട് അത് 120 ആണ്. അപ്പോ ഈ പോളിഗണിലെ ഒരാംഗിൾ കിട്ടാൻ 120 നിന്ന് ഞാൻ 30 കുറയ്ക്കുകയാണ്. ഓക്കെ, റേഞ്ച് ഇല്ലാത്ത കുട്ടികൾ ഇത്രയും ഇവിടെ നേരത്തെ കണ്ടില്ലേ, റേഞ്ച് ഇല്ല മിസ്സേ, ഞാൻ വീഡിയോ ഓൺ ഓഫ് ആക്കാണ് എന്ന് പറഞ്ഞവരുണ്ട്. നിനക്ക് റേഞ്ച് ഇല്ലെങ്കിൽ നിനക്കത് പറയാം. അല്ലെങ്കിൽ ഇത്രയും വിളിക്കണ്ട, അവരെ വിളിച്ച് ഞങ്ങ നോക്കണ്ടതൊന്നും കാര്യമില്ല. റേഞ്ച് ഇല്ലെങ്കിൽ പറയാം. ഓക്കെ, നമ്മൾ എവിടെയാ നിർത്തിയേ? ഈ ആംഗിൾ കണ്ടുപിടിക്കുന്ന പോർഷനിൽ വെച്ചിട്ടാണ് നമ്മൾ നിർത്തിയത്. അപ്പോ ഞാൻ ഒരു റെഗുലർ ഹെക്സഗണിലെ ഒരു ആംഗിൾ ഞാൻ കൺസിഡർ ചെയ്തു, ആംഗിൾ എ. അപ്പോ ആംഗിൾ എ ഈക്വൽ ടു 120 ഡിഗ്രി. ഇനി ആംഗിൾ FAC എന്ന് പറയുന്ന ആംഗിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ കാണുന്ന 4 സൈഡുള്ള പോളിഗണിലെ ഒരാംഗിൾ ആയിട്ടുള്ള FAC എന്ന് പറയുന്ന ആംഗിൾ കൺസിഡർ ചെയ്തപ്പോ ആ ആംഗിൾ എങ്ങനെ കിട്ടണം? 120 നിന്ന് 30 കുറച്ച് ഇത് കണ്ടുപിടിക്കണം. ഓക്കെ,
FAC equal to 120 minus 30 degree. ഓക്കെ, ഇത് മൊത്തം എത്രയാണ്? ആംഗിൾ എ 120 ആണ്. 120 നിന്ന് ഞാൻ 30 കുറച്ചു, 90 ഡിഗ്രി കിട്ടി. ഓക്കെ, ഇത് 90 ഡിഗ്രി ആണ്. ഇവിടെയും 30 ആണ്. നോക്കിയേ, ആംഗിൾ ACD എന്ന് പറയുന്ന ഈ ആംഗിളും 120 നിന്ന് 30 കുറച്ചു, 90 ഡിഗ്രി കിട്ടി. ഇനി ഈ ആംഗിളും എന്താണ്? 90 ഡിഗ്രി തന്നെ കിട്ടും നമുക്ക്. നോക്കിയേ, ആംഗിൾ CDF 120 നിന്ന് 30 കുറച്ചു, 90 ഡിഗ്രി കിട്ടി. അതേപോലെ ആംഗിൾ DFA 120 നിന്ന് 30 കുറച്ചു, 90 ഡിഗ്രി കിട്ടി. അപ്പോ എല്ലാ ആംഗിൾസും 90 ഡിഗ്രി കിട്ടിയത് കൊണ്ട് ഇതൊരു റെക്ടാംഗിൾ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഒരു റെക്ടാംഗിളിന്റെ അല്ലെങ്കിൽ ഒരു സ്ക്വയറിന്റെ 4 സൈഡുള്ള പോളിഗൺ ആണ് ഇത് രണ്ടും, റെക്ടാംഗിളും സ്ക്വയറും. ഇത് രണ്ടിന്റെയും ആംഗിൾസ് എന്തായിരിക്കും? ഒരു ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഒരു റെക്ടാംഗിൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ആയിക്കോട്ടെ, ഒരു ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ 90 ഡിഗ്രി ആണ് കിട്ടിയിട്ടുള്ളത്, ഈ കാണുന്ന ആംഗിൾസ് മൊത്തം. അതുകൊണ്ട് ഇതൊരു റെക്ടാംഗിൾ ആണ്. Therefore, റെക്ടാംഗിളിന്റെ പേരെന്താ? ACDF ഈസ് എ റെക്ടാംഗിൾ. ഇതായിരുന്നു ക്വസ്റ്റ്യനിൽ പ്രൂവ് ചെയ്യാൻ പറഞ്ഞ പോർഷൻ. പ്രൂവ് ചെയ്തു. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? എവിടെയെങ്കിലും മനസ്സിലാവാത്ത സ്ഥലമുണ്ടോ? എന്ത് ടീച്ചർ, മറ്റേ ഇതില്ലേ കൺസിഡർ റെഗുലർ എക്സാം കഴിഞ്ഞിട്ട്, അത് കഴിഞ്ഞിട്ട് ഒന്ന് പറഞ്ഞുതരോ? ഞാൻ ഈ റെഗുലർ ഹെക്സഗണിലെ ഒരു ആംഗിൾ ആയിട്ടുള്ള എ സെലക്ട് ചെയ്തു. ഒരു റെഗുലർ ഹെക്സഗണിന്റെ ഒരു ആംഗിള് 120 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഈ എ എന്ന് പറയുന്ന ഈ ആംഗിൾ 120 ഡിഗ്രി ആണ്. അതില് ഈ പോർഷൻ ആംഗിൾ CAB 30 ഡിഗ്രി ആണ്. നമുക്ക് അതിന് തൊട്ട് മുൻപ് കണ്ടെത്തി. ഓക്കെ, അപ്പൊ ഈ 120 നിന്ന് ഈ 30 കുറച്ചിട്ട് ഈ കാണുന്ന FAC എന്ന് പറയുന്ന ആംഗിൾ കണ്ടെത്തിയതാണ് ഈ പോർഷൻ. മനസ്സിലായോ? ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. Can we draw a regular polygon with each outer angle 6 degree? What about 7 degree? ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു പോളിഗൺ, ആ പോളിഗണിന് ഔട്ടർ ആംഗിള് എത്രയാ? 6 ഡിഗ്രി ആയിട്ട് വരയ്ക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഓക്കെ, Can we draw എന്തോ? ഇപ്പം ശരിയായി. അവിടെ റേഞ്ച് ഉണ്ടാവില്ല. ഇവിടെ നെറ്റ് സ്ട്രോങ് ആണ്. അവിടെ ചിലപ്പോ റേഞ്ച് എങ്ങനെ ഇഷ്യൂ ഉണ്ടാവും. ഒരു റെഗുലർ പോളിഗൺ, അതിന്റെ ഒരു ഔട്ടർ ആംഗിള് 7 ഡിഗ്രി ആയിട്ട് 6 ഡിഗ്രി ആയിട്ട് വരയ്ക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അപ്പോ ഒരു പോളിഗണിന്റെ സം ഓഫ് ഔട്ടർ ആംഗിൾസ് എത്രയാണ്? എത്ര സൈഡുള്ള പോളിഗൺ ആയിക്കോട്ടെ, എത്ര ആംഗിൾസ് ഉള്ള പോളിഗൺ ആയിക്കോട്ടെ, അതിന്റെ സം ഓഫ് ഔട്ടർ ആംഗിൾസ് എത്രയാണ്? ഡൗട്ട് ഇല്ലാത്ത കുട്ടികളല്ലേ? പറയും. ഒരു പോളിഗണിന്റെ സം ഓഫ് ഔട്ടർ ആംഗിൾസ്, സം ഓഫ് 360 ഡിഗ്രി. അപ്പോ സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ മിസ് ഇതേത് ചോദ്യമാണ്?
അഞ്ചാമത്തെ ചോദ്യം. നേരത്തെ ആരാ ഡൗട്ട് ചോദിച്ചേ? ആ, ശിവപ്രസാദ് ചോദിച്ച ഡൗട്ട്. അഞ്ചാമത്തെ ചോദ്യം 58ാമത്തെ പേജോ എന്തോ ആണ്. ശിവപ്രസാദിന്റെ അതൊന്ന് പിൻ ചെയ്ത് കൊടുക്കും ഓപ്പറേറ്റർ. അപ്പോ ഒരു പോളിഗന്റെ സം ഓഫ് ഔട്ടർ ആംഗിൾസ് 360 ആണ്. ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു ഔട്ടർ ആംഗിള് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 6 ഡിഗ്രി ആണ്. 1 ഔട്ടർ ആംഗിൾ, ഒരു ഔട്ടർ ആംഗിള് 6 ഡിഗ്രി. ഇനി എത്ര സൈഡുള്ള പോളിഗൺ ആയിരിക്കണം എന്ന് നമുക്ക് നോക്കേണ്ടത്. എത്ര സൈഡുള്ള പോളിഗണില് ഒരു ഔട്ടർ ആംഗിള് 6 ഡിഗ്രി ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും എന്ന് നോക്കി കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ് ആവും. അപ്പോ നമ്പർ ഓഫ് സൈഡ്സ് കാണാം. നമ്പർ ഓഫ് സൈഡ്സ് കാണാം. ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാല് നമ്പർ ഓഫ് സൈഡ്സ് കാണാം. നമുക്ക് സം ഉണ്ട്. സം 360 ആണ്. അതില് ഒരെണ്ണം 6 ഡിഗ്രി ആണ്. അപ്പൊ നമ്മൾ 360 ഡിവൈഡഡ് ബൈ 6 ഡിഗ്രി. ഈ ലോജിക്ക് മനസ്സിലായോ? സം 360 ആണ്. ഒരു ആംഗിള് 6 ഡിഗ്രി ആണ്. സം ഓഫ് ഔട്ടർ ആംഗിൾസ് 360, 1 ഔട്ടർ ആംഗിൾ 6 ഡിഗ്രി. അപ്പൊ നമ്മൾ എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ 360 ഡിവൈഡഡ് ബൈ 6 ഡിഗ്രി. മനസ്സിലായോ? ആ, പറയൂ. ഒരു ടീച്ചറെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു പെന്റഗൺ വെറുതെ ഫ്രീ ഹാൻഡ് ആയിട്ട് ഒന്ന് വരച്ചിട്ട് അതൊന്ന് അതിന്റെ എണ്ണം, കോണുകളുടെ എണ്ണവും സൈഡ്സിന്റെ എണ്ണവും ഈക്വൽ ആണ്. അപ്പൊ കോണ് എത്ര ഉണ്ട് അത്രയും തന്നെ സൈഡ്സ് ഉണ്ടാവും. അതന്നെ അങ്ങനെ കാണിച്ചു കൊടുത്തിട്ടൊന്ന് മനസ്സിലാക്കി. ഇതൊക്കെ ഔട്ടർ ആംഗിൾസ് ആണ്. ഇതിന്റെ എല്ലാം സം എത്രയാണ്? 360 ഡിഗ്രിയാണ്. ഇതിൽ ഒരെണ്ണം 6 ഡിഗ്രിയാണ്. ഈ പോളിഗൺ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്ര തന്നെ ആയിരിക്കണം, ഇവിടെ വേറെ ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അങ്ങനെ വരച്ചത്. ഇതിന്റെ എല്ലാത്തിന്റെയും സം 360 ആണ്. ഒരെണ്ണം 6 ഡിഗ്രിയാണ്. അപ്പൊ ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 360നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ആൻസർ എത്രയാ വരാ പറഞ്ഞേ? 360 ഡിവൈഡഡ് ബൈ 6 എത്രയാ? കുട്ടികള് ഉറക്കനെ പറയണം കേട്ടോ. മനസ്സിൽ പറഞ്ഞിട്ട് കാര്യമില്ല. 60. അപ്പോ 60 സൈഡ് ഉള്ള ഒരു പോളിഗണിന്, 60 സൈഡ്സ് ഉള്ള ഒരു പോളിഗണിന് ഒരു ഔട്ടർ ആംഗിൾ എന്ത് വരും? 6 ഡിഗ്രി വരും. Can we draw a regular polygon? ഒരു റെഗുലർ പോളിഗൺ വരയ്ക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. എങ്ങനെയുള്ളതായിരിക്കണം? ആ റെഗുലർ പോളിഗന്റെ ഒരു ഔട്ടർ ആംഗിൾ 6 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ, ഒരു റെഗുലർ പോളിഗൺ വരയ്ക്കാൻ പറ്റുമോ എന്ന് അവർ ചോദിച്ചു. അതില് ഒരു ഔട്ടർ ആംഗിൾ 6 ഡിഗ്രി ആയിരിക്കണം. അപ്പൊ നമ്മൾ ഉത്തരം പറയാണ് 60 സൈഡ് ഉള്ള ഒരു റെഗുലർ പോളിഗൺ ആണ് വരയ്ക്കുന്നതെങ്കിൽ അതിന്റെ ഒരു ഔട്ടർ ആംഗിൾ എന്തായിരിക്കും? 6 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായോ? 60 സൈഡ് ഉള്ള ഒരു റെഗുലർ പോളിഗൺ 60 സൈഡ് ഉള്ള ഒരു റെഗുലർ പോളിഗൺ വരച്ചു കഴിഞ്ഞാല് അതിന്റെ ഒരു ഔട്ടർ ആംഗിൾ എന്ത് കിട്ടും? 6 ഡിഗ്രി കിട്ടും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരയ്ക്കാം. ഇനി അവര് 7 60 ഡിഗ്രിയിലെ ഡിഗ്രി ഒന്ന് മാറ്റണം. 60 സൈഡ്സ് ആണ്. സൈഡ്സ് എഴുതിക്കും പകരം. നമ്പർ ഓഫ് സൈഡ്സ് ആണ് കേട്ടോ. സൈഡ്സ് എഴുതിക്കോ. ഇനി 6ന് പകരം 7 ആണ് എന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും? 1 ഔട്ടർ ആംഗിൾ 7 ഡിഗ്രി. നമ്പർ ഓഫ് സൈഡ്സ് കാണാം. എന്താ? 360 ഡിവൈഡഡ് ബൈ 7. ചെയ്തു നോക്കിയേ. ഇതൊരു വോൾ നമ്പർ ആണ്. കറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ 60 കിട്ടി. പക്ഷെ ഇവിടെ വരുമ്പോ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ചെയ്തു നോക്ക്.
51 51 മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് പറയ്. പോയിന്റ് വന്നോ? പോയിന്റ് ഇപ്പോ 51.42 ആയിരിക്കും വരാം. 42 മാത്രമല്ല, ബാക്കി കുറച്ചുണ്ടാവും. അതൊരു വോൾ നമ്പർ അല്ല. 51.42 സൈഡുള്ള ഒരു പോളിഗൺ വരയ്ക്കാൻ പറ്റുമോ നമുക്ക്? കൃത്യമായിട്ട് ഇപ്പൊ 5 സൈഡുള്ള ഒരു പോളിഗൺ വരയ്ക്കാം, 6 സൈഡുള്ളത് വരയ്ക്കാം. അതൊക്കെ വോൾ നമ്പേഴ്സ് ആണ്. 7, 8, 9, 60 സൈഡുള്ളത്, 100 സൈഡുള്ളത് ഒക്കെ വരയ്ക്കാം. പക്ഷെ 51.42 സൈഡുള്ള ഒരു പോളിഗൺ വരയ്ക്കാൻ പറ്റുമോ? അതൊരു വോൾ നമ്പർ അല്ല. 51 പോയിന്റ് വരുന്നത് കൊണ്ട് അതൊരു ഡെസിമൽ നമ്പർ ആണ്, വോൾ നമ്പർ അല്ല. 51.42 ഇറ്റ് ഈസ് നോട്ട് എ വോൾ നമ്പർ. അതൊരു വോൾ നമ്പർ അല്ലാത്തത് കൊണ്ട് നമുക്ക് 7 ഡിഗ്രി ഔട്ടർ ആംഗിൾ വരുന്ന ഒരു പോളിഗൺ വരയ്ക്കാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ നമുക്ക് 60 കറക്റ്റ് വന്നു. 60 വന്നതോ അത് വോൾ നമ്പർ ആണ്. നമുക്ക് 60 ആയിട്ടുള്ള ഒരു പോളിഗൺ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ഔട്ടർ ആംഗിൾ 6 കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇവിടെ 51.42 ആയതുകൊണ്ട് അതൊരു വോൾ നമ്പർ അല്ലാത്തത് കൊണ്ട് നമുക്ക് 7 ഡിഗ്രി ഔട്ടർ ആംഗിൾ വരുന്ന ഒരു പോളിഗൺ നമുക്ക് വരയ്ക്കാൻ പറ്റൂല. മനസ്സിലായോ? അത്രേ ഉള്ളൂ. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഡ്രോ a regular polygon with one outer angle 7 degree. ഇതിന്റെ അടിയിൽ എഴുതാം, we can draw a regular polygon with one outer angle 6 degree if എന്താണെങ്കിൽ മാത്രം, number of sides 60 ആണെങ്കിൽ മാത്രം. number of sides 60. Okay, 60 sides ഉണ്ടെങ്കിൽ നമുക്ക് 6 ഡിഗ്രി ഉള്ള ഒരു റെഗുലർ പോളിഗൺ വരയ്ക്കാം. ഇവിടെ 7 ഡിഗ്രി ഉള്ള ഒരു ഔട്ടർ ആംഗിൾ 7 ഡിഗ്രി ഉള്ള ഒരു റെഗുലർ പോളിഗൺ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. മനസ്സിലായോ? ക്ലിയർ ആയോ? ഇതിന്റെ നോട്ട് ഉണ്ടോ നിങ്ങളുടെ കയ്യില്? ഈ ക്വസ്റ്റ്യന്റെ ഇല്ലെങ്കിൽ എഴുതി.